അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പഠിച്ചോനെ, സമയം ഇരുട്ടായി തുടങ്ങണ റബ്ബേ. മോനെ, ഷാമോൻ അകത്തൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നുസൈബ. അവൾ പ്രസവത്തിനു വേണ്ടി മല്ലിടുകയാണ്. റബ്ബേ അല്ലാ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് അതാ ഷമ്മാസ് നടക്കുമ്പോൾ ഉമ്മയുടെ വിളി, മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാണ്, ഉമ്മാൻ്റെ കുട്ടി വണ്ടി എടുത്തോളി മോനെ, നേരായില്ലേ ഉമ്മ. ഷമ്മാസിന് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് അതാ വണ്ടിയുടെ കീയെടുത്ത് മുറ്റത്തേക്കിറങ്ങി നുസൈബയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇന്നലെ വന്ന കമൻസുകൾ, അത് എന്തെന്നറിയില്ല, എനിക്ക് അവരോട് എന്തുത്തരം പറയണമെന്ന് എനിക്കറിയുന്നില്ല. അതിലിങ്ങനെയാണ് വന്നിട്ടുള്ളത്: കഥയിലൂടെയാണെങ്കിലും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റകരമാണ്. അഭ്യസ്തത വിദ്യരല്ലാത്ത ഒട്ടേറെ ആളുകൾ ഈ കഥ കേൾക്കുന്നുണ്ടാകും. അത്തരക്കാരായ ആളുകൾക്ക് ഒരുപക്ഷെ ഇത് പ്രചോദനമാവുകയും അതിലെന്തെങ്കിലും പറ്റുകയും ചെയ്താൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ഒരു ഉസ്താദിൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് അവർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ഒരിക്കലും ഈ ഒരു വീട്ടിലുള്ള പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് വെറും സ്റ്റോറി മാത്രമാണ്. നുസൈബ എന്ന കഥാപാത്രം, അത് അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച യാതനകൾ, വേദനകൾ, അതെല്ലാം ആണ് ഞാൻ ഈ ഒരു സ്റ്റോറിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഏകദേശം 2 വർഷത്തോളമായി നുസൈബ എന്ന പെണ്ണ് അതൊരു വെറും കെട്ടുകഥ മാത്രമല്ല, അവൾ അനുഭവിച്ചത് തന്നെയാണ്. അവൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അത് ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ജീവിതത്തിലേക്കായിരുന്നു അവൾ എത്തിപ്പെട്ടത്. അതുവരെയും പർദ്ദയണിഞ്ഞ് നടന്ന ആ ഒരു പെണ്ണ് പെട്ടെന്നൊരു നിമിഷം നഗ്നമായ, അതെ, അവളുടെ കയ്യെ, തലമുടികൾ, കഴുത്ത്, പുറം എന്നെല്ലാം കാണുന്ന രീതിയിലും നെറ്റ് പോലുള്ള ഒരു ഷാളക്കെട്ട് അവൾ തികച്ചും സങ്കടപ്പെട്ടിട്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതെ, അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. ഭർത്താവിനും ഒരിക്കൽ പോലും അവൾ മുഖമക്കൻ ധരിക്കുന്നതോ ഖുർആൻ ഓതുന്നതോ എന്തിനേറെ നിസ്കരിക്കുന്നത് പോലും അവർ കളിയാക്കി. അങ്ങനെയുള്ള കുട്ടിയുടെ ജീവിതമാണ് നമ്മുടെ നുസൈബ എന്നുള്ള ജീവിതം. എല്ലാവർക്കും അറിയാലോ. പിന്നീട് അവളുടെ വിവാഹം, ആദ്യത്തെ ഭർത്താവ് ഓരോ പുതിയ പെണ്ണുങ്ങളോടൊക്കെ ചാറ്റിങ്ങും കാര്യങ്ങളും കമ്പനിയൊക്കെ ആയിട്ട് അവൾ ഒരുപാട് വിഷമിച്ചു. എങ്കിലും സുഖമില്ലാത്ത സമയത്ത് അവൾ മാത്രമായിരുന്നു പരിചരിക്കാനുണ്ടായിരുന്നില്ല. എന്നാലും ശരിക്ക് അയാളുടെ അസുഖമൊക്കെ മാറിയപ്പോൾ വീണ്ടും അവനാ പണി തുടർന്നു. പാവം പെണ്ണ്. ഐഷുമ്മ എന്ന ഉമ്മ ഉണ്ടായതുകൊണ്ട് അവൾ സംരക്ഷിച്ചു പോകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ്, ഐഷുമ്മയുടെ ഇളയ മകൻ ഹിജാബിയെ കാണുകയും അവളെ വിവാഹം കഴിക്കണം എന്നും മനസ്സിൽ തോന്നുകയായിരുന്നു. ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഈ കഥ. എന്നാൽ ഇങ്ങനെയുള്ള കഥകളൊന്നും ഒരാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യല്ല. പക്ഷേ ഈ ഒരു കഥയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു ഡെലിവറി എന്നുള്ളത്, ഹോം ഡെലിവറി, അതായത് വീട്ടിലെ പ്രസവം. പക്ഷേ ഈ ഒരു കാലത്ത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയാണ് എന്നൊക്കെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. അതൊക്കെ ഓക്കെ തന്നെയാണ്. അതിനൊന്നും ഞാൻ കൈ കടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ കഥയിലെ ഒരു ഭാഗമായിട്ട് അവതരിപ്പിക്കാമെന്ന് മാത്രം. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒരിക്കൽ പോലും മരണപ്പെടില്ല, കുട്ടി മരണപ്പെടില്ല, ഉമ്മ മരണപ്പെടില്ല എന്നൊക്കെ പറയുന്നതും അത് അത്ര അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം. എൻ്റെ സഫമോളെ പ്രസവത്തിന് കൊണ്ടുപോയ ആ ഒരു സമയം, അതെ, അവൾക്കിന്ന് 7 വയസ്സ് കഴിഞ്ഞു, 8ാം വയസ്സാണ്. ആ 8 വർഷം മുമ്പത്തെ ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടി അവർ പറഞ്ഞ ഡേറ്റിനവിടെ പോയി ഞാൻ നിന്നു. എന്നോട് 2 മണിക്കൂർ കൊണ്ട് പ്രസവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർ അത്രക്കും ഡോസുള്ളൊരു മരുന്ന് എന്നിലേക്ക് ഗ്ലൂക്കോസിലൂടെ കയറ്റി. എനിക്ക് പെട്ടെന്ന് പെയിൻ കൂടുകയും ഞാൻ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, പെട്ടെന്ന് അവർ പറഞ്ഞു കുട്ടി കുടുങ്ങിയിട്ടുണ്ട്. അത് സാവകാശം വരുന്ന വേദന. പെട്ടെന്ന് ഡോക്ടർക്ക് 12 മണിക്ക് പോകണം, അതിനു മുമ്പ് പ്രസവം കഴിയണം, അതായിരുന്നു ഡോക്ടറുടെ ലക്ഷ്യം. പക്ഷേ എനിക്ക് സമയം ആകണമല്ലുള്ളൂ, പതുക്കെ വേദന വന്നല്ലേ പ്രസവിക്കേണ്ടത്. ഇത് പെട്ടെന്ന് അടിച്ചു കയറ്റി എൻ്റെ
നാത്തൂനൊരു BSc നേഴ്സ് തന്നെയാണ്, അവരും ഇത് തന്നെയാണ് അവരുടെ ജോലിയും. അതെ, അവളും പറഞ്ഞു ഗ്ലൂക്കോസിൽ അത്യധികം ഡോസുള്ള മരുന്നിട്ടിട്ടാണ് അത്രയും പെട്ടെന്ന് പ്രസവം കഴിച്ചിട്ട് അവർക്ക് വീട്ടിലേക്ക് പോകാൻ, വേറെ ഡ്യൂട്ടിക്ക് പോകാൻ, വേറെ ഹോസ്പിറ്റലിക്കോ എന്തൊരു കേസിന് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് കഴിക്കുക. പ്രസവം എന്ന് വെച്ചാൽ സാവകാശം വന്ന് വരുന്ന ഒരു പ്രതിഭാസമാണ്. അള്ളാഹു നമുക്ക് നേരിട്ട് തരുന്നൊരു സംഭവമാണ്. ഒരിക്കലും മരുന്ന് വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കൽ ആ ടൈം ആകുമ്പോൾ അത് നടക്കുന്ന ഒന്നാണ്. എന്നാൽ അത് മാത്രമല്ല, അതൊക്കെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയാം, ഒന്നും വിഷയമില്ല. ഓക്കെ, എന്നാൽ അതിനിടക്ക് എൻ്റെ ശരീരത്തിലൂടെ ആകപ്പാടൊരു ചുടുവെള്ളം ഒഴുകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ചുറ്റുഭാഗത്ത് നഴ്സുമാരുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാനിവിടെ പറയണില്ല, പറഞ്ഞാൽ ഒരാളങ്ങോട്ട് പോകൂല. എന്തിനാണ് വെറുതെ അവരുടെ ബിസിനസ് ഇതാക്കണത്. അതെ, ഞാൻ എന്താണ് എൻ്റെ ശരീരത്തിലൂടെ ചുടുവെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. മൊത്തത്തിൽ ഞാൻ ചുടുവെള്ളത്തിൽ കിടക്കുകയാണ്. എന്താന്നിങ്ങനെ നോക്കുമ്പോൾ അതാ എൻ്റെ ബെഡ് കവിഞ്ഞ് അതാ നിലത്തേക്ക് ഒലിച്ചിറങ്ങാണ്. ഒന്നായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസിന് കുത്തിക്കൊടുത്ത് ആ പൈപ്പ് നീങ്ങിയിട്ട് ബ്ലഡ് ഒന്നായിട്ട് പോവാണ്. ചുറ്റുഭാഗത്ത് സിസ്റ്റർമാരുണ്ട്, അവർ ചിരിച്ച് കളിച്ച് വർത്താനം പറയാണ്. ഒരു കുട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യണില്ല. അതെ, ഓരോ ബെഡിൽ ഓരോ ആളുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നോ മൈൻഡ്, അവർ ചിരി കളി വർത്താനം. പക്ഷേ ഞാൻ അതിനു മുമ്പിൻ്റെ മോളുടെ ഒരു പ്രസവത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു, മലപ്പുറം. അത് ക്രിസ്ത്യൻ വെൽഫെയർ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ സിസ്റ്റർമാരെ ആ ഒരു പെരുമാറ്റം ഇത് തികച്ചും വ്യത്യസ്തം തന്നെയാണ്. ഇത് ഇവർ പറയും ദൈവത്തിൻ്റെയും നാമം വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ, അത്രയ്ക്കും സാന്ത്വനമായ പെരുമാറ്റം. പക്ഷേ ഇത് തികച്ചും എന്താ പറയുക, മനുഷ്യത്വം ഇല്ല എന്ന് തന്നെ അവർക്ക് പറയാം. അതും ഡോക്ടറും നഴ്സുമാരും എല്ലാവരും കൂടിയാണ്. പെട്ടെന്നാണ് ഏതോ ഒരു സിസ്റ്ററുടെ കണ്ണിൽ ഒരു പക്ഷേ അല്പസമയം കഴിയുമ്പോഴേക്കും എൻ്റെ ബ്ലഡെല്ലാം ഒഴുകി തീർന്ന് ഞാനൊരു പക്ഷേ ഈ ലോകത്തോട് വിട പറയുമായിരുന്നു. അതെ, പക്ഷേ അപ്പോഴേക്കും ഒരു സിസ്റ്റർ കണ്ടു, അതാ ഞാൻ കിടക്കുന്ന ബെഡാകെ ഫുള്ള് ബ്ലഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. എൻ്റെ ശരീരത്തിലൂടെ ഉള്ള ബ്ലഡ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ മറ്റു വലിയ ഡോക്ടർ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിക്കലും ആ ഒരു ബെഡ്ഷീറ്റ് അത് മാറ്റലും, ഒരു ഷീറ്റാണല്ലോ ആ ഷീറ്റൊക്കെ മാറ്റി പുതിയത് വിരിച്ച് അപ്പം ധൃതി പിടിച്ചു. അത് അത്ര ബ്ലഡ് പോയിട്ട് പോലും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഹോസ്പിറ്റലായിരുന്നു, അധികം പൈസ കൊടുത്ത് പോണ ഹോസ്പിറ്റലിന്, ഫ്രീ ആയ ഗവൺമെൻറ് അല്ല ഒരിക്കലും. അപ്പോൾ ആ ഒരു അങ്ങനൊരു മരണം സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുക. അത് വീട്ടിൽ നിന്നോ അല്ലല്ലോ, ഒരിക്കലല്ല, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. അതൊക്കെ ഞാൻ പലതവണ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ അങ്ങോട്ട് പോകില്ല. അങ്ങനെ ഒരു ശ്രദ്ധ കുറവ് ഒരു സിസ്റ്റർമാർക്കും ഡോക്ടർമാർക്കും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരാൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും വീട്ടിലുള്ള പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രചോദനം കൊടുക്കുകയോ ഞാൻ ചെയ്യണില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. എങ്കിലും പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് അപ്പോഴത്തിന് എൻ്റെ കുട്ടിക്ക് ശ്വാസമില്ലാത്ത പ്രശ്നങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് അവൾ മിംസിലും ഞാൻ കോട്ടക്കലൊരു സ്വകാര്യ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആയി. എത്ര ദിവസങ്ങൾ സഫമോളെ കാണാതെ ഞാൻ നിന്നു. അതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. അത് പറയുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയത് തന്നെയാണ് ഞാനും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ പോയാൽ ഒരിക്കലും മരിക്കില്ല, മരണം സംഭവിക്കില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കണമല്ല കേട്ടോ. ഇത് അത്രയും സിസ്റ്റർമാരെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രക്കും ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ഒരു കുട്ടി ശ്രദ്ധിക്കണില്ല. എത്ര സിസ്റ്റർമാരുണ്ട് അവിടെ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർമാരുടെ കൈകളിൽ നിന്നും പല പിഴവുകളും പറ്റാറുണ്ട്. ഒരിക്കലും അവർ ഉണ്ടായാൽ മരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ വിധി കൂടിയാണ്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരോടും പറയണം, ഒരിക്കലും ഞാൻ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ ഈ സ്റ്റോറിയിലൂടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളതൊരു വെറും കഥയാക്കി എടുത്താൽ മതി, ഒന്നും കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ അപേക്ഷയാണ്. കാരണം ഇത്രക്കും എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രായമായ സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട്. എന്തിന്, എൻ്റെ 74 വയസ്സുള്ള എൻ്റെ വല്യമ്മയടക്കം എൻ്റെ സ്റ്റോറി കാണുന്നതാണ്. അതുപോലെ ഒരുപാട് പ്രായമായ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ ഇഷ്ടത്തോടെ കാണുന്നൊരു സ്റ്റോറിയാണിത്. അവരുടെയൊക്കെ ഒരു പഴയ കഥകളും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പഴയകാല ജീവിതങ്ങൾ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഒരാൾ ഒന്നിനും വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറച്ച് സമയം സംസാരിക്കേണ്ടി വന്നു. എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്കുണ്ടായ അനുഭവം വെച്ച്.
എന്ന് കരുതിയിട്ട് ആരും വീട്ടിലത്തെ പ്രസവത്തിൽ നിൽക്കണ്ട കേട്ടോ. ഒക്കെ എല്ലാവരും പോയിക്കോളൂ, ഞാൻ ആരും പ്രോത്സാഹിപ്പിക്കണില്ല. പക്ഷേ നമ്മുടെ നുസൈബ, അതാണ് നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് കഥയിലേക്ക് പ്രവേശിക്കാം. ഷമ്മാസ് അതാ കാർ തുറക്കുന്നു. എന്നാൽ പെട്ടെന്ന് അതാ റുക്കിയാത്ത അങ്ങോട്ട് വരുന്നു. ഐഷുവോ ഐഷുവോ, ആ കൊണ്ടുപോവല്ലേ ആശുപത്രിക്ക്, നേരം കുറേ ആയില്ലേ. എന്തിന് എൻ്റെ പൊന്നാരൻ്റെ ഐഷുവോ, 4 ഇജ്ജ് പറ്റതാണ്, 4 ഞാൻ തന്നെ എടുത്തത്. എൻ്റെ ഒരു പേടിയും ബേജാറും. ഇതൊക്കെ എന്താ നിങ്ങളെ വിചാരം? പടച്ച റബ്ബ് നൽകുന്നതാണ്. അത് അതിൻ്റേതായ രീതിയിൽ നമുക്കതിനുള്ള കഴിവും പഠിച്ചോൻ തന്നിക്കണേ. എൻ്റെ പൊന്നാരൻ്റെ ആയുഷ് ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? എൻ്റെ റബ്ബേ. റുക്കിയാത്ത കളിയാക്കി. എവിടെ ഷാമോനൊന്ന് വിളിച്ചാ? അപ്പോൾ തന്നെ സമീറ വിളിക്കുന്നു. അതെ റുക്കിയാത്ത വിളിക്കുന്നുണ്ട്. അവളും ആകെ ടെൻഷനായിട്ടുണ്ട്. നേരെ അതാ, ആ എന്താ ഷാമോനെ ഒന്ന് ഇവിടെ വന്നാണീ കുട്ടി. ഷാമോൻ സങ്കടത്തോടെ, റുക്കിയാത്ത ഓൾക്ക് എന്തെങ്കിലും. എന്താ എൻ്റെ പൊന്നാര ഷാമോൻ ഒന്നുണ്ട് വന്നാളി. ഓളെ കൈയൊന്നിങ്ങനെ പിടിച്ച് ഒഴിഞ്ഞെടുത്തോളൂ, തലക്കൊന്നിങ്ങനെ തലോടി കൊടുത്തോളൂ. ഇജുണ്ടാവുമ്പോഴായിരിക്കും ഓൾക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്തോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ യാ ഫത്താഹു യാ സലാം. അതങ്ങനെ ചൊല്ലിക്കൊടുത്തോട്. ഷമ്മാസിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നുസൈബ ഷമ്മാസിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുന്നു. ഇക്ക ഇല്ല, ഒന്നുമില്ല, ഇക്കാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല ഇക്ക. ഔ ഇക്ക, ഒന്നുമില്ല മോളെ. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മോനെ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ബേജാറാവണ്ട കേട്ടോ ഇക്ക. ഒരു കുഴപ്പമില്ല നുസൈബ മോളെ. ഇതാ ഇങ്ങോട്ട് എത്തിക്കണ്, ഒരു പേടിയും പേടിക്കാനില്ല. ഇതാ ഒന്നും വിചാരിക്കണ്ട. ഒടുവിൽ ശക്തമായി അതാ ഷമ്മാസിൻ്റെ കൈകൾ അവൾ മുറുകെ പിടിക്കുന്നു. അല്ലാ യാ ലത്തീഫ് യാ സലാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് അതാ ഐഷുമ്മ ഓടിയെത്തി. ഷമ്മാസ് അതാ നുസൈബയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അല്ലാഹ് അൽഹംദുലില്ലാ. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ കൈകൾ വല്ലാതെ വിറച്ചു. ഷാമോനെ ഇനി മോന് പുറത്തേക്ക് പോയിക്കോ. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അവൻ പൊട്ടിക്കരഞ്ഞു. അല്ലാഹ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹ്, അതെ താനൊരു പിതാവായിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അതാ ഷമ്മാസിന് മനസ്സിലാവുകയാണ്. അല്ലാഹ് റബ്ബേ, പടച്ച റബ്ബിനെ മതി വരുവോളം അവൻ സ്തുതിക്കുന്നു. ആയിഷോ എടി, എൻ്റെ പൊന്നോ മനനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കുഞ്ഞു ആയിഷാണ് ഇവിടെ ഉണ്ടായിക്കണത്. ആയിഷുമ്മയും കരഞ്ഞു പോയി. സമീറയും ഓടി വന്നു. റബ്ബേ. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന നുസൈബയെയാണ് ഉമ്മ ആദ്യം നോക്കിയത്. മോളെ, ഉമ്മാൻ്റെ കുട്ടി. ഉമ്മ ഇല്ല അൽഹംദുലില്ലാ നുസൈബയും പറഞ്ഞു. പെട്ടെന്ന് ഷമ്മാസിനെ അതാ ഉമ്മ വിളിക്കുന്നു. മോനെ, ഷാമോനെ, എന്നാ എൻ്റെ കുഞ്ഞു ഫാത്തിമാനെ. ഷമ്മാസ് വിറക്കുന്ന കൈകളോടെ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി അതിനെ നെഞ്ചോട് ചേർത്തു. അതെ, ഷമ്മാസിൻ്റെ കൈകളിലെത്തിയപ്പോഴേക്കും കുട്ടിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മക്കളെ വാപ്പാനെ. ഷമ്മാസ് കരഞ്ഞു പോയി. അല്ലാ. ഉമ്മ പെട്ടെന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി. മോനെ, പടച്ച റബ്ബിനെ സ്തുതിച്ചോ. എന്നാൽ ഈ സമയം അതാ റുക്കിയാത്താക്ക് നുസൈബയുടെ അരികിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. ഐഷോ എങ്ങനെയുണ്ട്? നിങ്ങൾ വണ്ടി എടുക്കല്ലേനോ? കൊണ്ടേക്കണേ കീറി മുറിച്ചീനു. റുക്കിയ ഇജ് എന്നോട് എങ്ങനെ എന്നോടല്ല നന്ദി പറയേണ്ടത്, മേലായ റബ്ബിനോടാണ്, പടച്ച റബ്ബിനോടാണ് പറയേണ്ടത്. ഒന്നും എൻ്റെ കഴിവല്ല. ഞാൻ എടുത്തേക്കണ് 1000-ലേറെ കുട്ടികളെ. 1-2 ഇത് കൊല്ലം എത്ര പെരിയിലുണ്ടാവും. അതൊക്കെ ഈ കൈ കൊണ്ട് എടുത്തതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചാനും പോയിക്കണ് എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് അങ്ങനെ ഞാൻ പഠിച്ചതാണ്. അത് മാത്രമല്ല പിന്നെ എടുത്താണ് ശീലയിലടി.
അതൊക്കെ അൽഹംദുലില്ലാ ഞാൻ കുറേ കുട്ടികളെ തക്ബീർ ചൊല്ലിക്കൊണ്ട് എടുത്തുക്കണ്. അൽഹംദുലില്ലാ റാഹത്തോടു കൂടി നടക്കണതാ ഇപ്പോഴും മക്കൾ. റുക്യ എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്ത് നല്ല കൂലി ഉണ്ടാവും. ഏതായാലും ഇജ്ജ് വന്നു. ഞാനല്ല പറഞ്ഞില്ലേ, പടച്ച റബ്ബ് എനിക്ക് തന്ന കഴിവാണ്, അള്ളാഹുവിൻ്റെ നിഅമത്ത് മാത്രം. സമാധാനത്തോടെ അപ്പോൾ റുക്കിയാത്ത ഒന്നിരുന്നു അവിടെ. മോളെ നുസിയെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൾക്ക് എന്താ വെച്ചാൽ വെള്ളം എന്താ വെച്ചാൽ കൊടുത്ത് നമുക്ക് ഒക്കെ റെഡി ആക്കട്ടോ ഇൻഷാ അല്ലാ. ഒരു ചുടുവെള്ളം കുറച്ച് കൊടുത്തോളി. നുസൈബയെ അത് കുടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ നുസൈബ് പോലും അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, ഇതായിരുന്നോ പ്രസവം എന്ന് പറഞ്ഞ് പേടിച്ച് പേടിച്ച് നിന്നിരുന്നത്. അൽഹംദുലില്ലാ. മോളെ നുസിയെ അധികം സമയമൊന്നും ആയിട്ടില്ല, വേണ്ടാവും പ്രസവം. എങ്ങനെ പെട്ടെന്ന് വേദന വരികയാണെങ്കിൽ വേം ഉണ്ടാവും. അൻ്റെത് വന്നും പോയി നിൽക്കുകയാണ്. ഒരു വേദന വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ അടുത്ത വേദന കുറേ നേരം കഴിട്ടേ തന്നെ. ഇതിങ്ങനെ വേം വരികയാണെങ്കിൽ വികസനം പെട്ടെന്ന് വന്ന് കുട്ടി ഇങ്ങോട്ട് പോരും. അതല്ല ഇതാക്കം പോലുള്ളതാണെങ്കിൽ അങ്ങനെ പലതും പല സൈസാണേ എന്ന് കരുതി ഒന്നിപ്പോൾ ഇങ്ങനെ വിചാരിച്ച് കാണും മറ്റേത് ഇങ്ങനെ ആണെന്നില്ല. ഓപ്പറേഷൻ ചെയ്തെടുത്ത കുട്ടികൾ പിന്നെ പെറ്റിയില്ലേ. നമ്മളെ ഇവിടുന്ന് ആശുപത്രിന്നേ കോട്ടക്കലൊരു ആശുപത്രി ഉണ്ട്, എന്താ അതിന് പേര്, HMS. അതിൽ മൂത്തത് ഓപ്പറേഷനു, രണ്ടാമത്തത് നല്ലൊരു ഡോക്ടർ അതിനത് മധുരഞ്ജി എന്ന പേര്. ഇപ്പോൾ എവിടെയെന്നാവും നല്ല മട്ടത്തിൽ അന്ന് പ്ലേറ്റിലേറ്റ് കൂടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കുട്ടീനെടുത്തു. രണ്ടാമത്തത് ഉണ്ടായി ഈ കുട്ടിക്കൊരു പൂതി, ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് പ്രസവിക്കണം തന്നെ. ആശുപത്രിക്ക് പോകാനൊക്കെ പോയിക്കണ്. ഡോക്ടർ ചോദിച്ചു, അല്ല കുട്ടിയെ എനിക്ക് എന്താ വേണ്ടിയത്, സുഖപ്രസവം വേണോ അതോ സിസേറിയൻ വേണോന്ന്. ഈ കുട്ടിക്കും ഉണ്ടാവില്ലേ പ്രസവിക്കാൻ ഒരു പൂതി. ഏതായാലും ഒന്നാമത്തെ ഓപ്പറേഷത്തിന് കൊണ്ടുപോകുമ്പോൾ കുട്ടി കുറേ ഒളിച്ചിക്കണ്, കാരണം സങ്കടം കൊണ്ട്, കാരണം ഒന്നുമില്ലാതെ അങ്ങോട്ട്. അപ്പം രക്തത്തിൽ എന്താ അണുക്കൾ കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൗണ്ട് കുറയും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തു. എന്നാൽ രണ്ടാമത്തത് കുട്ടിക്കൊരു പൂതി. അതിലെന്താ ഈ കുട്ടി പറഞ്ഞതെന്നോ, ഡോക്ടർ പറഞ്ഞു, മോൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ആക്കാം. പിന്നെ പൊന്നു മോളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പ്രസവിക്കുമ്പോൾ പ്രസവവേദന എങ്ങനെയാണ് വരുന്നത്, അതുപോലെ സാവധാനത്തിൽ വന്ന് ഒരു മരുന്നും കാര്യങ്ങളും ഇടൂല ഗ്ലൂക്കോസിൽ. വീട്ടിൽ നിന്ന് പ്രസവിക്കണം അതേ രീതിയിൽ മോൾക്ക് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ മോള് നിന്നോന്ന് പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ നിന്നോളാം. അങ്ങനെ 8 ദിവസമാണ് ആശുപത്രിയിൽ, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, കുട്ടി ഇറങ്ങിക്കണോ നോക്കും, പരിശോധിച്ച് നോക്കും, ആയിട്ടില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അവസാനം പെരിയെന്ന് പ്രസവവേദന വരുന്ന പോലെ വന്ന് ലാസ്റ്റ് ഈ ഡോക്ടർ പറഞ്ഞു, നമുക്ക് 4 മണിക്കൂർ കൂടി നോക്കാം കേട്ടോ, ഡേറ്റും കഴിഞ്ഞു. 4 മണിക്കൂർ കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യുക, കാരണം ഇനിയിപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ആയി തീർന്നാൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഡോക്ടർ അപ്പോഴും സമയം കൊടുത്തു. അങ്ങനെ 4 മണിക്കൂറിൽ 3 കഴിഞ്ഞു. 3 കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഇങ്ങനെ കുറഞ്ഞൊരു രീതിയിൽ ഇങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്തൊക്കെ തന്നെയാലും ഡോക്ടർ പറഞ്ഞ കണക്കായപ്പോത്തിന് അതാ ഓള് സുഖപ്രസവം അയക്കണവൾക്ക്. ആദ്യം ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയാണ്, രണ്ടാമത്തെ സുഖപ്രസവം. അൽഹംദുലില്ലാ പടച്ചറബിൻ്റെ നിഅമത്ത്. അത്രക്കും സ്വഭാവമുള്ള ഡോക്ടറായിരുന്നു അത്. ഇപ്പോഴും അതിനെ കാണാൻ പൂതിയാണ്. എനിക്ക് നല്ല അറിയേ, ഞാനും പ്രസവം എടുക്കുന്ന ആളാണ്, ഓളും പ്രസവം എടുക്കുന്ന ആളാണ്. ഞാനും കുറേയൊക്കെ ഇത് പഠിച്ചത് തന്നെയാണ്. പക്ഷേ പെരീക്കുള്ള പ്രസവം ഞാൻ എടുക്കും, ഓല ആശുപത്രിയിൽ തീർക്കണം, അതേ മാറ്റുള്ളൂ. അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും അറിയാൻ കഴിയും. സത്യം പറഞ്ഞാൽ റുക്യാത്തിയുടെ ആ ഒരു കഥയെല്ലാം കേട്ടപ്പോൾ ശരിക്കും ഐഷുമ്മ കരഞ്ഞു പോയി എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിനെ ഉസ്താദ് പുറത്തു കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അതെ, ഉസ്താദിൻ്റെ മോൾ കുഞ്ഞൈഷുവിനെ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, അല്ലാ ഉസ്താദും കുട്ടി എത്തിയിട്ടുമില്ലല്ലോ, റബ്ബേ എത്ര നേരമായി പോയിട്ട്. മോളെ വേഗം ചായയൊക്കെ ഉണ്ടായിക്കൂടെടി. അപ്പോത്തിന് സമീറ ചായയും പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി സന്തോഷത്തോടെ എല്ലാവരും അത് ഭക്ഷിച്ചു. എൻ്റെ റബ്ബേ എന്തൊരു ശേലാണിത്, ഇതാരാ പഠിച്ചോനെ, ഇതാരാണ്? കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഐഷുമ്മു അതാ പറയുന്നു, എൻ്റെ ഷമ്മാഷത്, അത് നിഷേവേ, മുഖം കണ്ടില്ലേ, പൊന്നാരുടെ ഷമ്മാസ. എല്ലാവർക്കും ഒന്ന് വിളിച്ചു നളമ്മാൻ്റെ കുട്ടി ഗ്രൂപ്പിൽ കണ്ടുകൂടി, അല്ലാതെ ഇപ്പം നമുക്ക് ആ നേരമല്ലേനല്ലോ. ഏതായാലും സാജിക്കൊന്ന് ഞാൻ വിളിച്ച് പറഞ്ഞത് നേരത്തെ അങ്ങനെ തുടങ്ങിയപ്പോൾ, സാജിയെ എടി നുസിക്ക് ഇങ്ങനെ നമ്പലം തുടങ്ങിക്കണെന്ന്. പെട്ടെന്ന് സമീർ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, എന്താ നിങ്ങൾ പറഞ്ഞ നമ്പലോ?
ആ മോളെ പഴമക്കാരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്പലം തുടങ്ങിക്കണ്. നമ്പലം പിടിച്ചാന്ന് പറഞ്ഞാൽ എന്താ വേദന പിടിച്ച അമ്പലം തുടങ്ങിക്കണ് നുസൈബാക്കുന്ന്. പിന്നെ ഓള് കുറച്ച് തന്നെ വിളിക്കട്ടമ്മാർന്നുകാണ്ട് നഫീസത്ത് ബീവിൻ്റെ പേരിൽ യാസീൻ ഓതട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിനോ. ഏതായാലും അൽഹംദുലില്ലാ വല്ലാതെ വൈകാതൊക്കെ കഴിഞ്ഞല്ലോ എൻ്റെ ഫാത്തിമ കുട്ടിയേ. അല്ല ഉമ്മ നോക്കിക്കേ ചിരിക്കുന്നത് കണ്ടില്ലേ. എടാ അത് നമ്മളോടൊന്നല്ല മലക്കിനോട് ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഷമ്മാസിന് ആ കുഞ്ഞിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ആ നുസിയെ മോളെ എന്നാ വേഗം പാലും എടുത്താണ് ഇമ്മാൻ്റെ കുട്ടി. അപ്പോൾ തന്നെ ഐഷുമ്മ അതാ പാല് കൊടുക്കുവാൻ വേണ്ടി അവളുടെ അരികിലേക്ക് എത്തിയപ്പോൾ നുസൈബക്ക് നാണം വന്നു. ഓ ഇനിയിപ്പോൾ നാണിച്ചിട്ട് വലിയ കാര്യം, ഒരു പ്രസവം കഴിഞ്ഞ പെണ്ണിനെ നാണം കഴിഞ്ഞു എന്നാണ്. ഉമ്മ അത് മാറിക്ക് ഐഷോ ഇജ്ജ് മാറിക്ക് ഇങ്ങോട്ടുണ്ടാ ഞാനേ കൊടുപ്പിച്ചാളാം ഓള. അങ്ങനെ അതാ കുഞ്ഞിന് ഏറ്റവും ആദ്യം നൽകുന്ന ആ ഒരു മുലപ്പാല് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചെടുക്കുന്നു. പഠിച്ചാൽ അതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ഉണ്ടായിക്കോളും. ഇജേ ഇപ്പോൾ 1-2 ദിവസം എണ്ണ മയക്കൊന്നും വല്ലാതെ ഇല്ലാതെ മുരിങ്ങൻ്റെ ഇല കൊടുത്തുകാണ്ട് കുട്ടിക്കാണ്ട് നല്ല കണ്ട് ചോറൊക്കെ കൊടുത്തൂടെ. എന്നാൽ പിന്നെ നല്ല പാലുണ്ടാവും. പിന്നെ തേങ്ങ പാലിട്ട് തേങ്ങ ചിരണ്ടി കണ്ട് കഞ്ഞിയെ കൊടുത്തൂടെ. പിന്നെ ആക്കം പോലെ നമുക്ക് അത് ബാക്കിയുള്ളത് കൊടുക്കാം. പിന്നെ ഹോർലിക്സും ബൂസ്റ്റൊന്നും വല്ലാതെ കൊടുക്കണ്ടട്ടാ. പിന്നെ വെപ്പ് കസായം എന്ന് വെച്ചാൽ അത് കുടന്നുകാണ്ട് നമ്മൾ വെക്കുക അല്ലത്. ആ പൊടി ഉണ്ടല്ലോ അത് വാങ്ങാൻ നിൽക്കണ്ട, നമ്മൾ കുത്തി ഉണ്ടാക്കിക്കാണ്ട് വെക്കണേ ഏറ്റവും നല്ലത്. പിന്നെ മരുന്ന് വരികയാണെങ്കിലും തന്നെ ആ ഒരു ലേഹ്യം ഉണ്ടല്ലോ, പൂക്കുലാതി ലേഹ്യം, ഈത്തപ്പഴ ലേഹ്യം കുപ്പിയിൽ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഈ പീടിയിൽ വെച്ചിട്ടുണ്ടാവും ഈ മരുന്നും പീടിയിലൊക്കെ. അതൊന്നും കൊടുക്കുകയേ ചെയ്യരുത്. ഒന്നെങ്കിലും മരുന്ന് വിരകുക, ഈത്തപ്പഴം വിരകുക, മരുന്ന് വിരകുക, തെങ്ങും പൂക്കുല മരുന്ന് ഇട്ടുകാണ്ട് വിരകുക, അങ്ങനെ കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ഈ കുപ്പിലേഹം ഒന്നും വാങ്ങിക്കൊടുക്കരുത് കേട്ടോ. അതൊക്കെ ഇപ്പോഴല്ല, കുറച്ചൊന്ന് കഴിയട്ടെ. എന്നാൽ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഷമ്മാസ് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അല്ലാ റബ്ബേ, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം പഠിച്ചോനെ. അതാ ഷമ്മാസ് ഇന്ന് ഒരു പൊന്നുമോളുടെ ഉപ്പയായിരിക്കുന്നു. ഷമ്മാസിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി, ആ കുട്ടീൻ്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് എടുക്കാവുന്ന എടുത്തുകാണ്ട് ഒന്നും ഗ്രൂപ്പിലിട്ടാൽ എല്ലാവരും കണ്ടോട്ടെ. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് കുഞ്ഞിൻ്റെ ഫോട്ടോ ഫ്ലാഷൊന്നും ഇല്ലാതെ കുറച്ച് ദൂരെ നിന്ന് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടുന്നു. ഫാത്തിമ വന്നു, ഉപ്പച്ചിയുടെ ഫാത്തിമ വന്നു. എന്നാൽ ഇതെല്ലാവരും കണ്ട ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. പെട്ടെന്നാണ് നുസൈബയുടെ ഉമ്മ വിളിക്കുന്നത്. റബ്ബേ എൻ്റെ കുട്ടി. ഹലോ. അവർ അപ്പോൾ തന്നെ എടീ കുട്ടിൻ്റെയും ഇതൊക്കെ ഫോട്ടോ കണ്ടെക്കണ്, എന്താ നമ്മൾ അറിയിക്കാനത്. അതെ, ഇനി എന്തെങ്കിലും പ്രശ്നമായി സങ്കടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും അറിയിക്കണ്ട എന്ന് പറഞ്ഞു തന്നെയായിരുന്നു. ആരെയും വിഷമിക്കണ്ട, കഷ്ടപ്പെടുത്തണ്ട, വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട്. ഏതായാലും കുട്ടിനെ കണ്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത റാഹത്തായി. അല്ലാ ഇക്കാ വേഗം വന്നോടി പഠിച്ചോനെ. നുസൈബയുടെ ഫോണിലേക്ക് വിളിച്ചു. ഷമ്മാസാണ് ഫോൺ എടുത്തത്. ഹലോ ആ ഉമ്മ, അസ്സലാമു അലൈക്കും. മോനെ പ്രസവം കഴിഞ്ഞോ? ആ ഉമ്മ വീട്ടിൽ നിന്നായിരുന്നു. ആണോ? മാഷാ അല്ലാ റബ്ബേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലുമ്മ എല്ലാം റാഹത്താണ്. സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ നുസൈബയുടെ ഉമ്മ എല്ലായിടത്തേക്കും വിളിച്ച് പറയുന്നു. വല്യമ്മയോടും അതെ നുസി പെറ്റക്കണേടി. മാഷാ അല്ലാ തന്നെ. ഏത് ആശുപത്രിയിലാവല്ലേ? അതൊക്കെ ഞാൻ പറയാം, വീട്ടിൽ നിന്നാണെന്ന് പെട്ടെന്നൊന്നും പറഞ്ഞില്ല. എളാപ്പിയോടും ഒക്കെ വിളിച്ച് പറഞ്ഞു. അതേ നുസി പ്രസവിച്ചിക്കണേ പെൺകുട്ടിയാണല്ലോ. തന്നെ മാഷാ അല്ലാ. ഏത് ഹോസ്പിറ്റലിലാണ്? അത് പറയാമെന്ന് പറഞ്ഞിരിക്കണമല്ലേ, ഏതെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ പുത്തൻ വീടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇതാ ഫാത്തിമ എന്ന് പേരുള്ള ഒരു പൊന്നോമന വന്നിരിക്കുന്നു. ഫാത്തിമ. ഷമ്മാസിന് സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കാൻ തോന്നുകയാണ്. റബ്ബേ. അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ മുഹ്സിൻ തങ്ങളെയൊക്കെ വിളിച്ച് അവരുടെ വാട്സപ്പിലേക്കെല്ലാം ഫോട്ടോ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ഫോട്ടോ ഇടണ്ട ഉമ്മ, അതൊക്കെ സന്തോഷമുള്ളവരാണ് ഉമ്മ. അപ്പോൾ റുക്കിയാത്ത ഇപ്പോൾ പിന്നെ ഒന്നാണ്ട് പറ്റി എല്ലാവരും അറിയല്ലേ, വിളിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് അറിയലും മാഷാല്ലയും അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ കാലം അങ്ങനല്ലേ. ഏതായാലും അൽഹംദുലില്ലാ. ഐഷോ അനക്കൊരു പേരക്കുട്ടിനെ എടുത്തു തന്നിട്ട് ഞാൻ മരിച്ചാൽ മതി എൻ്റെ മനസ്സൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂർത്തിയായി. ഇനി മരിച്ചാലും മാണ്ടിയില്ല. ചിരിച്ചുകൊണ്ട് റുക്കിയാത്തയോട് ആ ഒരു വാക്ക് കേട്ട് അവരെല്ലാവരും ചിരിച്ചു. എന്നാൽ ഈ സമയം മോളെ സമീറ, ഉസ്താദ് വന്നിട്ടില്ലല്ലേടി. ഉസ്താദിന്
ഐശുവിനൊരു കുഞ്ഞുകുട്ടി ഇവിടെ ഉണ്ടാക്കണമെന്ന് കാട്ടി കൊടുക്കണ്ടേ. ഓ, ഇനിയിപ്പോൾ അതിനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. സത്യം പറഞ്ഞാൽ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, സമീറ കുഞ്ഞിനെ എടുത്തു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ സമീറ കരയുകയായിരുന്നു. റബ്ബേ, എനിക്കുണ്ടല്ലോ ഇങ്ങനൊരു ആഗ്രഹം, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുവാൻ. അല്ലാ, എന്ത് ചെയ്യാൻ. മോളെ സമീറ, ഉമ്മ, മോള് കരയണ്ട കേട്ടോ. എന്തിനാ കരയണത്? ഇതൊക്കെ നമ്മളെ കുഞ്ഞന്നല്ലേ. എൻ്റെ കുഞ്ഞൊക്കെ എൻ്റെ കുട്ടീനെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച റബ്ബ് റാഹത്തിലാക്കി തരട്ടെ. ഉമ്മാക്ക് മനസ്സിലായിരുന്നു അവൾ വിങ്ങിപ്പൊട്ടുന്നത് എന്തിനാണെന്ന്. അതെ, ഏതൊരാൾക്കും ഇഷ്ടമാണല്ലോ ഒരു മാതാവാവുക എന്നത്, ആ കുഞ്ഞിനെ പാലൂട്ടുക എന്നത്. ഇല്ല, നമുക്ക് പോവട്ടോ. ഇതാ പാല് കൊടുക്കണം തോന്നുമ്മ. ഉമ്മ, ഇല്ല. ഓ, നല്ലോണം കരയുന്നുണ്ടമ്മ. തരി ഉമ്മാൻ്റെ കുഞ്ഞി ഫാത്തിമ എവിടെ ഉമ്മാൻ്റെ കുഞ്ഞി ഫാത്തിമ? അല്ലോ, ഓടി കപ്പുണ്ടുണ്ടടി. എന്നാ മോളെ നുസിയേ, എന്നാ ഉമ്മാനൊട്ടി പാലെടുത്താണ് ഇതിന്. നുസൈബ അതാ പാല് കൊടുക്കുന്നു. പാലുണ്ടോ മോളെ? എടി മോളെ സെമിയ, കുറച്ച് ഈത്തപ്പഴൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടാളേ. എന്നാൽ പിന്നെന്താന്നോ, അതും പാലിലൊക്കെ ഒന്ന് അരച്ച് കൊടുത്താലേ ഒന്നാണ് ഉണ്ടായിക്കോളും പാലൊക്കെ ഒന്ന്. ഈ തലയിലൊക്കെ നല്ലോണ്ട് എണ്ണ ഇടണം, എന്നാലേ പാലുണ്ടാവുള്ളൂ. 2 ദിവസം കഴിയട്ടെ. ഐശു, അത് 2 ദിവസം കഴിഞ്ഞോട്ടെടി, ഇഞ്ഞിട്ടൊക്കെ മതി കേട്ടാ. ഇപ്പം തൽക്കാലം അങ്ങനെ ചെറിയൊരു ഇതിലങ്ങനെ അധികം എണ്ണമൊക്കൊന്നും ആക്കണ്ട, കുറഞ്ഞ രീതിയിൽ കൊടുത്താളാം. പുത്തൻ വീട് തറവാട്ടിലേക്ക് കുഞ്ഞിനെ കാണുവാൻ വേണ്ടി എല്ലാവരും എത്തുകയാണ്. നുസൈബയുടെ ഉമ്മയും ഉപ്പയും കുട്ടികളും എല്ലാവരും എത്തുകയാണ്. അല്ലാ, മോളെ നുസിയെ, ആ ഉപ്പ കരയുകയായിരുന്നു. എൻ്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ. ഉപ്പ എല്ലാം റാഹത്തായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പോഴേക്കും കഴിഞ്ഞു. പെട്ടെന്ന് നുസൈബയുടെ ഉമ്മ, ഏതായാലും കഴിച്ചില്ലായില്ലേ ഇവിടുന്ന് അങ്ങോട്ട്. ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. ഏതായാലും നിങ്ങൾ ഉണ്ടായതുകൊണ്ടൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടില്ല, അൽഹംദുലില്ലാ. നുസൈബയുടെ ഉമ്മയും കരയുകയായിരുന്നു. കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഉപ്പയുടെ അരികിലേക്ക് ചെന്നു. ഇതാ ഉപ്പപ്പതാ, ഉപ്പച്ചിതാ, വല്യപ്പ ദാ നോക്കി, കുട്ടിനെ നോക്കി. അല്ലോ യച്ചോനെ, മാറ്റിട്ടോ. വല്യപ്പാനെ കിട്ടിയപ്പോഴേ തിരിച്ചറിയണുണ്ട്. ആ പിതാവിൻ്റെ കണ്ണുനീർ അതാ കവളിലൂടെ ഒലിച്ചിറങ്ങി. അല്ലാ, അൽഹംദുലില്ലാ. നുസൈബയുടെ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, തൻ്റെ മകൾ പ്രസവിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. റബ്ബേ, എൻ്റെ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവരുത് അല്ലാ. ഫാത്തിമയാണല്ലോ പേരിട്ടത്. ആയിക്കോട്ടെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ പേരല്ലേ ഫാത്തിമ. നല്ല പേര്, മാഷാ അല്ലാ. ഷമ്മാസിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. അല്ലാ, ഓ റബ്ബേ, ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയുന്നില്ലല്ലോ. അവൻ ഒരു നിമിഷം അതാ പടച്ച റബ്ബിനോട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുകയാണ്. അല്ലാ, അൽഹംദുലില്ലാ. റബ്ബേ, നീ എത്ര കാരുണ്യവാനാണ് റഹ്മാനെ. പുത്തൻ വീട് തറവാട്ടിൽ നീ ഒരു ഫാത്തിമയെ തന്നിരിക്കുന്നു. അല്ലാ റഹ്മാനെ, നീ കാത്തു രക്ഷിക്ക്. അങ്ങനെയതാ നുസൈബയുടെ പ്രസവം പുത്തൻ വീട് തറവാട്ടിൽ കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ വീട്ടിൽ പ്രസവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നുമല്ലട്ടോ. ഒരിക്കലും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു സ്റ്റോറി മാത്രമായിട്ട് നിങ്ങൾ കരുതണം. അതെ, ഇത് ശരിക്കും ഉള്ള സ്റ്റോറിയാണെങ്കിലും കൂടിയിട്ട് നിങ്ങളൊരു ഇല്ലാക്കഥയായി കണ്ടാൽ മതി. നിങ്ങൾ ഒരിക്കലും ഇത് അനുകരിക്കാനോ ഒന്നും നിൽക്കണ്ട. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഗർഭം എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അസുഖമായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണ്. അത് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകുന്നൊരു അവസ്ഥയാണത്, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ. പക്ഷേ നമ്മളിപ്പോഴാദ്യം തന്നെ ഡേറ്റ് തെറ്റുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകലും അന്ന് മുതൽ മെഡിസിൻ കഴിക്കലും റെസ്റ്റ് എടുക്കലും തുടങ്ങുകയാണ്. ഒരിക്കലും ഈ ഒരു പ്രസവം എന്നുള്ള പ്രതിഭാസത്തിന് റെസ്റ്റും കാര്യങ്ങളും ഗർഭത്തിനൊന്നുമില്ല. നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ, അവർ ഗർഭാവസ്ഥയിൽ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം, മറിയം നീ ഈത്തപ്പഴം കുലുക്കുക, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക,
ഈത്തപ്പഴ മരം കുലുക്കുമ്പോൾ എന്തായിരിക്കും? അതെ, നല്ല ശക്തമായ മരമാണ് ഈത്തപ്പഴ മരം. അത് കുലുക്കി അപ്പോൾ ഈത്തപ്പഴം താഴെ വീണ് അത് നീ എടുത്ത് കഴിക്കുക. അപ്പോൾ എന്താ, ശരീരം കുലുങ്ങുകയാണ് ഇത് കുലുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഖുർആനിലൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെയുള്ള പ്രതിഭാസമായിരുന്നല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ ഖുർആനിലൊക്കെ പറഞ്ഞതാണല്ലോ. മറിയം ബീവിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ മെഡിസിൻ കഴിച്ച് നമ്മൾ റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് ഗർഭത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. പിന്നെ അവസാനമായി കഴിഞ്ഞാൽ നേരെ ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോവുക, ഓപ്പറേഷൻ ചെയ്യുക, കുട്ടീനെടുക്കുക. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാര്യമായിട്ട് കണ്ടുവരുന്നത്. ഗർഭം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും അത് അങ്ങനെയല്ല. ശരീരത്തിന് ആവശ്യമുള്ള അനക്കങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുക തന്നെ വേണം. പണ്ടത്തെ കാലത്ത് ഉമ്മമാർ വേഗം പ്രസവിക്കാൻ കാരണം എന്താ? അവർ അരക്കലായിരുന്നു, അമ്മിമ്മൽ ഇടിക്കലായിരുന്നു. അതെ, കുമ്പിട്ട് കുറ്റിച്ചൂലോണ്ട് മുറ്റടിച്ച് വാരലായിരുന്നു. ആങ്ങി തിരുമ്പലായിരുന്നു, ഇങ്ങനെ കല്ലുമ്മൽ അലക്കുക. അതെ, നല്ലോണം പണ്ടത്തെ ഉസ്താത്തിമാരൊക്കെ പറയല്ലോ നല്ലോണം അടിച്ച് തിരുമ്പിക്കോട്ടെ. അപ്പോൾ നല്ല ഇളകിയിട്ട് പെട്ടെന്ന് കുട്ടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമല്ലോ, അതിനും വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അന്നത്തെ സിറ്റുവേഷനും കാര്യങ്ങളും അല്ല ഇപ്പോൾ ഒരിക്കലും. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഗർഭം എന്ന് പറയുമ്പോൾ തന്നെ അസുഖമായി കണക്കാക്കുകയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ഗർഭിണികൾ ഉണ്ടെങ്കിലും ഗർഭം ആകാനുള്ളവരും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകട്ടെ. അതുമാത്രമല്ല എല്ലാവർക്കും സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സമീറാക്ക് കൂടി നല്ലൊരു ജീവിതം കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതായത് ഞാൻ എൻ്റെ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞു പോകണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണം, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി കേൾക്കുന്നവരിൽ ആരെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ, അതുപോലെ മക്കൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ, അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.